കോളേജുകളിൽ നിന്ന് വിരമിച്ച അധ്യാപകരുടെ സംഘടനയാണ് AKPCRTA. ഈ സംഘടന സ്ഥാപിതമായിട്ട് 10 കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം വരെ സാന്തം എന്ന പേരിലാണ് ഈ കൂട്ടായ്മ ഉണ്ടായിരുന്നത്. ഇപ്പോഴ് നമ്മൾ അതിൻ്റെ ഒരു സംഘടനാ രൂപത്തില് AKPCRTA ഈ സർവീസിലുണ്ടായിരുന്ന സമയത്ത് AKPCRTA എന്നുള്ള സംഘടനയിലെ മെമ്പർമാരായിരുന്ന ആളുകളാണ്. റിട്ടയർഡ് ആയപ്പോൾ AKPCRTA എന്ന സംഘടന രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങുന്നത്. അതിൻ്റെ ആദ്യത്തെ ഈ പേര് സ്വീകരിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു സംസ്ഥാന സമ്മേളനമാണ് തൃശ്ശൂർ വെച്ച് നടക്കുന്നത്. ആ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ഫിറോസ്, സംഘടനയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ചാരിറ്റി വിഭാഗം ചെയർപേഴ്സണായിട്ടുള്ള ഡോക്ടർ പുഷ്പകുമാരി, ഈ ജില്ലയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പ്രൊഫസർ ഗീത, അതുപോലെ തന്നെ തൃശ്ശൂർ യൂണിറ്റിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രൊഫസർ മുരളീധർ, ഇത്രയും പേരാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഈ സംസ്ഥാന സമ്മേളനത്തെ കുറിച്ച് പറയുന്നതിനായിട്ട് ഡോക്ടർ PS ഫിറോസിനെ ക്ഷണിക്കുന്നു. The All Kerala Private College Retired Teachers Association ഈ പേരിൽ നിലവിൽ വന്നിട്ട് 1 വർഷം കഴിയുകയാണ്. AKPCRTA വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത്. AKPCRTA എയ്ഡഡ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത അധ്യാപകരുടെ സർവീസ്, പെൻഷൻ കാര്യങ്ങളില്, പെൻഷൻ സംരക്ഷണ കാര്യങ്ങളില്, അവരുടെ ഫിക്സേഷന്റെ കാര്യങ്ങളില്, അതിനു പുറമെ സാന്ത്വന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ചുരമലമുണ്ടൊക്കെ ദുരന്തത്തില് നമ്മുടെ സംഘടന 1 കോടി രൂപ CMDRFിലേക്ക് സംഭാവന ചെയ്തു. അതുപോലെ തന്നെ മുമ്പ് നടന്ന വെള്ളപ്പൊക്കം, അതുപോലെയുള്ള ദുരന്തങ്ങളിൽ എപ്പോഴും ദുരന്തബാധിതർ കൂടെ നിൽക്കുന്ന ഒരു സംഘടന കൂടിയാണ് AKPCRTA. പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തില് കഴിഞ്ഞ ഫിനാൻസ് ബില്ലിനോട് കൂടി പെൻഷൻ റൂൾസ് റിവൈസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. ആ റൂൾ അനുസരിച്ചിട്ട് റിട്ടയർ ചെയ്ത സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ പെൻഷൻ സ്കീം നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിലെ അധ്യാപകരുടെയും പെൻഷൻ ഒരിക്കലും ഇനി റിലീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ പെൻഷൻ സംരക്ഷണത്തിനുള്ള ഒരു സമരവേദി കൂടിയാണ് AKPCRTA. AKPCRTA എന്ന് പറയുന്ന സംഘടന യൂണിവേഴ്സിറ്റി കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ അഖിലേന്ത്യാ സംഘടനയായ ഐഫ്രെറ്റോയുടെ അംഗമാണ്. ഐഫ്രെറ്റോട് മിക്കവാറും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള യൂണിവേഴ്സിറ്റി കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് അധ്യാപക സംഘടനകളെ എഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സംഘടനയുമായി സഹകരിച്ചിട്ട് അഖിലേന്ത്യാ തലത്തില് പെൻഷൻ സംരക്ഷണത്തിനും കാലാകാലം നടക്കുന്ന പെൻഷൻ റിവിഷന് വേണ്ടിയുള്ള സമരങ്ങളിൽ AKPCRTAയും പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തില് ഇവിടെ UGC സ്കീം നടപ്പിലാക്കിയതിനു ശേഷം വന്ന റിവിഷനുകളിൽ, പ്രത്യേകിച്ച് അവസാനത്തെ റിവിഷൻ വന്നു കഴിഞ്ഞപ്പോൾ 2016-19 ഇടയില് 2016-19 ഇടയില് റിട്ടയർ ചെയ്ത അധ്യാപകർക്ക് ആ റിവിഷന്റെ ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് നിവേദനങ്ങൾ കൊടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട്
ജില്ലാ സ്ഥാനങ്ങളില് രാജ്ഞികള് സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ എയ്ഡഡ് കോളേജ് റിട്ടയർ ചെയ്ത അധ്യാപകരില് ഭൂരിഭാഗം അധ്യാപകർക്ക് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ലീവ് ഏജൻസിയിൽ ജോലി ചെയ്തിട്ട് റെഗുലർ സർവീസുള്ള അധ്യാപകരുടെ ഈ സർവീസ് പരിഗണിക്കുകയാണ് അവരുടെ പെൻഷൻ റിലീസ് ചെയ്തിട്ട്. പല റിട്ടയർഡ് കോളേജ് അധ്യാപകർക്കും, പ്രത്യേകിച്ച് ഈ ബ്രോക്കൺ സർവീസ് എന്ന് പറയും, റിട്ടയർഡ് കോളേജ് അധ്യാപകർക്കും അവരുടെ പെൻഷൻ തുക നാമമാത്രമായിട്ടാണ് ലഭിക്കുന്നത്. ഈ നീതി നിഷേധത്തിനെതിരെ നിയമ വ്യവസ്ഥയിലൂടെയും അല്ലാതെയുമുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് സംഘടന. ഈ പ്രശ്നങ്ങളില് ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ KBC അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി എടുത്തുകൊണ്ട് സമരമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഉള്ളത്. ഈ സമ്മേളനം KBC-യുടെ 50 കേരളത്തിൽ 50 യൂണിറ്റുകളിൽ നിന്നുള്ള അംഗങ്ങളെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ സംഘടനയ്ക്ക് നിലവിൽ 800ഓളം അംഗങ്ങളുണ്ട്. 800 കൂടുതൽ അംഗങ്ങളുണ്ട്. കോളേജ് അടിസ്ഥാനത്തിലല്ലാതെ ഓരോ പ്രദേശത്തും യൂണിറ്റുകൾ. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ഇവിടെ 4 പ്രധാനപ്പെട്ട യൂണിറ്റുകളുണ്ട്. അതേമാതിരി കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും യൂണിറ്റുകളുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മിക്കവാറും എല്ലാ ജില്ലകളിലും യൂണിറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. KBC-യുടെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ TK നായരാണ്. ഇത് പ്രസിഡന്റ് പ്രതാപേന്ദ്രനാണ്. കൂടുതൽ വിവരങ്ങള് നിങ്ങളുടെ ചോദ്യങ്ങൾ വേണമെങ്കിൽ പറയുന്നതിന് വേണ്ടിയിട്ടൂടെ ജില്ലാ സെക്രട്ടറി ഗീത ടീച്ചറുണ്ട്. ഞങ്ങളുടെ ചാരിറ്റി പ്രോഗ്രാമിന്റെ ചെയർപേഴ്സൺ ആണ് ശിവകുമാരി. നമ്മുടെ തൃശ്ശൂർ നോർത്ത് യൂണിറ്റിന്റെ യൂണിറ്റ് സെക്രട്ടറിയാണ് ശ്രീകുമാരി. തൃശ്ശൂർ KBC-യുടെ ജില്ലാ പ്രസിഡന്റാണ് ഡോക്ടർ ബാബു ജോസഫ്. ബാബു ജോസഫ് സെന്റ് തോമസ് കോളേജ് റിട്ടയർ ചെയ്തു. വെളിയുടൻ ഒറ്റപ്പാലം റിട്ടയർ ചെയ്തു. ഗീത കേരള കോളേജ് റിട്ടയർ ചെയ്തു. ശിവകുമാരി SN കോളേജ് നാട്ടിൽ റിട്ടയർ ചെയ്തു. ഞാൻ SN കോളേജ് നാട്ടിൽ റിട്ടയർ ചെയ്തു. കോമേഴ്സിലോളം പ്രൊഫസർ. ഞങ്ങളുടെ 2 വർഷമായി നോക്കിയുള്ള ഒരു സംഘടന KBC എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകരാണ് ഭൂരിഭാഗം. അല്ലാത്ത അധ്യാപകർ ഇപ്പോൾ നമ്മുടെ സംഘടനയിലുണ്ട്. ഈ കാര്യത്തിൽ നിലനിർത്തിയിട്ടില്ല. ഈ ബ്രോക്കർ സർവീസ് പരിഗണിക്കുന്ന കാര്യത്തില് എല്ലാ ചർച്ചകൾ നടന്നു വരികയാണ്. ഫൈനൽ തീരുമാനം വന്നിട്ടില്ല. നടത്തുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മള് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ധർണ നടന്നിരുന്നു. അതിന്റെ തീരുമാനമായിട്ടില്ല. ചർച്ച നടന്നിട്ടുണ്ട്. തീരുമാനം, അനുകൂലമായ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു അധ്യാപകരുമായി ബന്ധപ്പെട്ട് കേസിന് പോയിരുന്നു. അപ്പൊ കേസ് അധ്യാപകർക്ക് പ്രതികൂലമായിട്ടാണ് വിളിച്ചത്. സുപ്രീം കോടതിയുടെ വ്യക്തി പ്രതികൂലമായിട്ടാണ് വിളിച്ചത്. ആ സാഹചര്യത്തിലാണ് ഇത് ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമ്മേളനത്തിലെ ഏകദേശം 250ഓളം 360ഓളം പ്രതിനിധികളാണ്. അല്ലാതെ മറ്റ് ജില്ലകളിൽ നിന്ന് വളരെയധികം പേര് പങ്കെടുക്കും. 250 പേരെങ്കിലും പങ്കെടുക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ ഞങ്ങള് KBC റിട്ടയർഡ് അധ്യാപകരാണ്. ഏത് സർക്കാർ സമയത്തും നമ്മുടെ പ്രൈവറ്റ് കോളേജ് അധ്യാപകർ, എയ്ഡഡ് കോളേജ് അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾക്ക് വേണ്ടിയിട്ടും പൊതു പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സംഘടന. എനിക്കറിയാലോ, ഡയറക്ട് പേയ്മെന്റ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ഡയറക്ട് പേയ്മെന്റിന് വേണ്ടി സമരം ചെയ്ത അധ്യാപകർ, UGC ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത സംഘടനയാണ്. അവസാനം അന്വേഷണ സർക്കാരിന്റെ കാലത്ത് കംപ്ലീറ്റ് നമ്മള് കമ്പ്യൂട്ടേഷനും നിയമ നിരോധനമൊക്കെ ഉണ്ടായിരുന്ന 15 നമ്മള് സമരം. ഏത് സർക്കാരിന്റെ സമയത്ത് നമ്മൾ സമരം? നയനാർ സർക്കാരിന്റെ കാലത്താണ് നമ്മൾ UGC-ക്ക് വേണ്ടി സമരം ചെയ്തത്. സർക്കാർ XY അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല.
നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ഈ സംഘത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ കേരള സംസ്ഥാനത്തും മറ്റും നടക്കുന്ന വിവിധ വിഷയങ്ങളിൽ നമ്മൾ അത് ബുദ്ധിമുട്ടുകളിൽ ഇടപെടുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു വാക്ക് സംസാരിക്കും ഡോക്ടർ കുശികുമാർ. സാന്ത്വം എന്ന പേരിൽ നിന്ന് തന്നെ എല്ലാവരുടെയും മനസ്സിൽ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു സംഘടനയാണ് എന്നുള്ള ഒരു തോന്നൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അത് ശക്തമാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സാന്ത്വം ചെയ്തിട്ടുള്ളത്. ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ തൃശ്ശൂരിലാണ് പ്രധാനം ചെയ്തേക്കുന്നത്. ഇവിടെ അമ്മ എന്ന് പറയുന്ന സംഘടന ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഭാനുമതി ടീച്ചർ നടത്തുന്ന ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമുണ്ട്. അവിടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ഉള്ള ധാരാളം അംഗങ്ങളുള്ളതാണ്. അവിടേക്ക് നമ്മൾ ഈ വർഷം 50,000 രൂപ സംഭാവന ചെയ്തു. അതാണ് ഈ വർഷം ചെയ്ത പ്രധാന പ്രവർത്തനം. പിന്നെ മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ ഒരു മുൻകാല പ്രസിഡന്റിന്റെ ഓർമ്മയ്ക്കായി ഒരു ആംബുലൻസ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ ആംബുലൻസ് വാങ്ങുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മറ്റു ജില്ലകളിലും ചെയ്യുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ AKPCD സമരത്തിനെ കുറിച്ച് പറയുമ്പോൾ പഴയകാലത്ത് ഇടക്കോളേജിലെ സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാനോ പ്രസവിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതിനെതിരെയൊക്കെ സമരം ചെയ്താണ് അതൊക്കെ മാറിക്കിട്ടിയത്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. കേസില് ഈ പ്രായപൂർത്തിയാവുന്നവരെയുള്ള കുട്ടികൾക്ക് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടി. പ്രായപൂർത്തിയായ കുട്ടികൾക്ക് അങ്ങനെയുള്ള ആനുകൂല്യം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കിയപ്പോ ടീച്ചർക്ക് നമ്മുടെ ആദ്യത്തെ 30,000 രൂപ ജില്ലയിൽ നിന്ന് കൊടുത്തു. നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ഒരു 20,000 രൂപയും ടീച്ചറുടെ അമ്മ എന്ന സംഘടനയ്ക്ക് നമുക്ക് നൽകാൻ തീരുമാനിച്ചു. ആകെ 50,000 രൂപ. ഡോക്ടർ ഫിറോസ് AKPCRTA സംസ്ഥാന ട്രഷററാണ്. ഡോക്ടർ ബാബു ജോസഫ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് AKPCRTA. പ്രൊഫസർ സി മുരളീധരൻ AKPCRTA തൃശൂർ നോർത്ത് യൂണിറ്റ് സെക്രട്ടറി. ഡോക്ടർ PK കുശലകുമാരി സാന്ത്വം ചാരിറ്റി പ്രോഗ്രാം ഓഫ് AKPCRTA ചെയർപേഴ്സൺ. പ്രൊഫസർ KM ഗീത ഡിസ്ട്രിക്ട് സെക്രട്ടറി AKPCRTA.